ഹലോ എല്ലാവർക്കും മത്തങ്ങയിലേക്ക് സ്വാഗതം. ഞാൻ സോഫി പോളി. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എന്തൊരു ചൂടല്ലേ! ഈ ചൂടായിട്ട് ഒരു ജോലിയും ചെയ്യാൻ തോന്നുന്നില്ല. തൂങ്ങി പിടിച്ചിരിക്കുന്ന അവസ്ഥ. ഒരു മൂഡ് സ്വിങ്ങിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലെ സമയത്തുണ്ടല്ലോ 3-4 വിരുന്നുകാർ ഇങ്ങോട്ട് വന്നേക്കണതേ. അതാരാന്നറിയാമോ? ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്തേ പറ്റൂ. അങ്ങനെ അല്ലെങ്കിൽ അങ്ങേര് പറയില്ലേ, നിൻ്റെ വീട്ടുകാർ വരുമ്പോൾ നിനക്ക് നല്ല ഉത്സാഹം ഉഷാറൊക്കെയാണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മൂഡൊക്കെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് നല്ല ഉഷാറായി. അവർക്ക് കൂൾ ഡ്രിങ്ക്സും ചായയും കാപ്പിയും ചോറൊക്കെ റെഡിയാക്കി കൊടുത്ത് അങ്ങനെ അവർ വൈകിട്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇന്നത്തെ എൻ്റെ വിഷയം മൂഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സിനിമ പാട്ട്. ഏത് മൂഡ്, എന്ത് മൂഡ്, എന്തിനു മൂടെന്നൊക്കെ. അതിനകത്താണെങ്കിൽ എല്ലാ പച്ചക്കറികൾക്കും ഓരോരോ മൂഡാണ്. എന്തിനു പറയുന്നു? പായസത്തിന് സാമ്പാറിന് വരെ ഒരു പ്രത്യേക മൂഡ് അവർ പറയുന്നു. പഞ്ചാരയ്ക്ക് മധുരമൂട്, മുളകിന് എരിവ് മൂട്, പുളിക്ക് പുളിമൂട്. ഇനിയിപ്പം ഞാൻ ആ പാട്ടിലെ മൂഡ് ഇവിടെ എടുത്തു എന്ന് പറഞ്ഞ് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ മൂഡ് നമ്മുടെ സ്വന്തം. ആ മൂഡ് വെച്ചാണ് നമ്മളെല്ലാവരും കുത്തിയിരിക്കണേ. അതെല്ലാവരും ഒക്കെ അറിയാലോ. പിന്നെ ഈ മൂഡ് നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി കേൾക്കണതാ. ഒലക്കയുടെ മൂഡ്, തേങ്ങയുടെ മൂഡ്, ചക്കയുടെ മൂഡ്, തെങ്ങിൻ്റെ മൂഡ്. അപ്പോൾ മനസ്സിലായല്ലോ, മൂഡ് നമ്മുടെ സ്വന്തം. ചില ആളുകൾ പറയും, ഓ ഇന്ന് ഒന്നിനൊരു മൂടില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അടിപൊളി മൂടായിരിക്കും. പെണ്ണുങ്ങൾക്കാണെങ്കിലോ സ്വർണം കണ്ടാൽ, സാരി കണ്ടാലും ഒരു പ്രത്യേകം മൂടാ. അവർക്ക് മൂടങ്ങ് ചേഞ്ച് ആവും. സ്വർണത്തിന് 2 തരം മൂടാ പെണ്ണുങ്ങൾക്ക്. ഒന്നെന്താ, കയ്യിലുള്ള സ്വർണത്തിന് വില കൂടിയ മൂടും ഒരു സന്തോഷ മൂടൊക്കെയാണ്. ഇനി എങ്ങനെ സ്വർണം വാങ്ങും എന്ന് ചിന്തിച്ചിട്ട് ഒരു വിഷാദ മൂടും അവർക്കുണ്ട്. AC, റേഡിയോ, വാഷിംഗ് മെഷീൻ, എന്തിനു പറയണു, ഗ്യാസിന് വരെ മൂടുണ്ടെന്നാണ് പറയണേ. ഈ ഗ്യാസിന് വരെ മൂടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ചിരിക്കണേ? നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഗ്യാസ് അല്ല കേട്ടോ, കുക്കിംഗ് ഗ്യാസിന് വരെ മൂടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിച്ച ആ മൂടാണെങ്കിൽ അതിനുണ്ട് 2 തരം മൂട് കേട്ടോ. ഒന്ന് സൈലൻറ്റ് മൂടും, ഒന്ന് ബോംബ് മൂടും. ഈ ഇലക്ട്രിസിറ്റിക്ക് വരെ ഉണ്ട് പലതരം മൂട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാവിലെ നമ്മൾ ഇതിടുമ്പോൾ ആദ്യം ഒന്ന് മിന്നി കത്തി പിന്നെ നല്ലോണം അങ്ങോട്ട് കത്തിയിട്ട് പിന്നെ അങ്ങോട്ട് കെട്ടുപോകും. പിന്നെ നല്ല വോൾട്ടേജിൽ, ഹൈ വോൾട്ടേജിൽ അങ്ങോട്ട് കത്തി അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ TVയും ഫ്രിഡ്ജും ഒക്കെ ബൾബൊക്കെ അങ്ങോട്ട് അടിച്ചു പോകും. ഒരു പ്രത്യേക തരം മൂടാ. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ സപ്ലൈക്ക് ഉണ്ട് 3 തരം മൂട്. ആദ്യം വായു ഭഗവാനായിട്ട് വരും, പിന്നെ പിന്നെ ഒരു പാമ്പായിട്ട് വന്നിട്ട് നമ്മൾ വന്ന് വിളിക്കും. പിന്നെ രോഗിയായിട്ട് വരും. രോഗിയായിട്ട് വന്ന് എന്ത്, യൂറിനറി ഇൻഫെക്ഷൻ, തുള്ളിയായിട്ടേ വരുള്ളൂ. ഈ മൂട് താങ്ങികളെ കൊണ്ട് തോറ്റു എന്ന് നമ്മൾ പറയാറില്ലേ? ഈ മേലധികാരികളുടെ ആജ്ഞാനുവർത്തികളായിട്ടിരിക്കുന്നവരാണ് അവർ. അവരുടെ ഏത് തോന്നിയാസത്തിനും ഇവർ കൂട്ടു നിൽക്കും. അവർക്ക് ഉപകാരം ഉണ്ടാവേ, നമുക്കൊരു ഉപകാരമില്ല. ഇങ്ങനെയുള്ളവരെ നമ്മൾ മൂട് താങ്ങിയെന്ന് വിളിക്കും. ഈ മൂടിന് പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ പല അർത്ഥമാണ്. മണവാട്ടി രാവിലെ എനിക്ക് വന്നപ്പോൾ അമ്മായിയമ്മ മണവാട്ടിക്ക് ചായ എടുത്ത് കൊടുത്തപ്പോൾ മണവാട്ടി പറയുക, അമ്മേ ഞാൻ മൂട് കഴിയിട്ടില്ല എന്ന്. ഈ കൊച്ചെന്ത് ഈ പറയണേ എന്ന് അമ്മായിയമ്മ ചിന്തിച്ച് നോക്കുമ്പോൾ മകൻ വന്ന് ഇടപെട്ടു. അമ്മേ, അവളുടെ നാട്ടിലെ മുഖത്തിന് മൂടെന്ന പറയണേ. ചച്ചോ, എന്തെല്ലാം ഭാഷകൾ, എന്തെല്ലാം വാക്കുകൾ. പുതിയ വാക്കുകളും പുതിയ ഭാഷകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.